ഹായ് ഡിയോസ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് പുതിയ ഫ്ലവർ ബീഡ്സിൻ്റെ കളക്ഷൻ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്ലാസ് ബീഡ്സിൻ്റെ ഒക്കെ കളക്ഷൻ എത്തിയിട്ടുണ്ട്. നമ്മൾ ഒരുപാട് നാളായി ഇതേപോലെയുള്ള മെറ്റീരിയൽസിൻ്റെ ഒക്കെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ മെറ്റീരിയൽസിൻ്റെ റേറ്റ് അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഏതൊക്കെ മെറ്റീരിയലാണ്, എന്തൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ്, ഗ്രാം റേറ്റ് എത്രയാണ്, എല്ലാം വീഡിയോയിൽ ക്ലിയർ ആയി പറയുന്നുണ്ട്. വീഡിയോ മുഴുവനായി കാണാതെ ആരും ദയവ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് റേറ്റ് എത്ര വെച്ച് മെസ്സേജ് ചെയ്യേണ്ട. നമ്മൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലും സ്റ്റാറ്റസിലും ഫോട്ടോസ് ഷെയർ ചെയ്യും, പക്ഷേ റേറ്റ് വീഡിയോയിലാണ് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോയിൽ നിങ്ങൾ റേറ്റ് നോക്കുക. പിന്നെ കാറ്റലോഗിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. കാറ്റലോഗ് ഒരു 2 to 3 days എടുക്കും അപ്ഡേറ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് ഇതുപോലുള്ള ഫ്ലവർ ബീഡ്സ് നമ്മൾ ഇതിന് മുന്നേ ഷെയർ ചെയ്തിട്ടുള്ള മെറ്റീരിയലിൻ്റെ വീഡിയോയിൽ വേറെയും ഒരുപാട് ടൈപ്പ് ഫ്ലവർ ബീഡ്സ് ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതുപോലെ ഒരുപാട് ടൈപ്പ് ഗ്ലാസ് ബീഡ്സ് എത്തിയിട്ടുണ്ട്. ഗ്ലാസ് ബീഡ്സ് ഇത് മാറ്റ് ഫിനിഷ് വരുന്നതാണ്. ഇതിൻ്റെ നോർമൽ ജെല്ലി ബീഡ്സ് അവൈലബിൾ ആണ്, ക്രാക്കിൾ ബീഡ്സ്. ഇതിൻ്റെയൊക്കെ ഇനിയും പുതിയ ഒരുപാട് കളക്ഷൻ സ്റ്റോക്ക് എത്താനുണ്ട് കേട്ടോ. അപ്പോൾ എത്തിയത് ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം എന്തെങ്കിലും ഒരു അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. കാരണം കമൻറ്റ് പിക്കർ നമ്മൾ ഇനി ഗിവ് അവേ കൊടുക്കുന്നത്, എൻ്റെ ഡീറ്റെയിൽസ് വേറൊരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാം. ജസ്റ്റ് ഒരു ഹാർട്ട് കമൻറ്റ് ചെയ്ത് പോയതുകൊണ്ട് എന്താ പറയുക, നമ്മൾ ഗിവ് അവേയിൽ പങ്കെടുപ്പിക്കില്ല. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. വീഡിയോ കണ്ടതിന് ശേഷം അതിന് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളോ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിലോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഫ്ലവർ ബീഡ്സ് തന്നെ കാണിക്കാം കേട്ടോ. ഫ്ലവർ ബീഡ്സിൽ നമുക്ക് ഇതിൻ്റെ ഒരു ഒപ്പാക്ക് ടൈപ്പ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. അതിൻ്റെ തന്നെ മൾട്ടി കളർ ഇപ്രാവശ്യം സ്റ്റോക്ക് എത്തിയിരുന്നു കേട്ടോ. ഈ ഒരു ഫ്ലവർ ബീഡ് ഇതുപോലെ 4 പെറ്റൽ വരുന്നതാണ്. ആ ഒരു ഒപ്പാക്കിനേക്കാളും കുറച്ച് ചെറിയ സൈസാണ് കേട്ടോ. അലിഗേറ്റർ ക്ലിപ്പിൽ ഒട്ടിച്ച് കൊടുക്കാം. എന്താ പറയുക, ഗോൾഡൻ ഹെയർ ബാൻഡ് ഉണ്ടല്ലോ, അതിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ TR ചെയ്യാനും ഉപയോഗിക്കാം. ഓക്കെ, മെയിനായിട്ട് TR ചെയ്യാനാണ്. നിങ്ങൾക്ക് അലിഗേറ്റർ ക്ലിപ്പിൽ സിമ്പിളായിട്ട് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. സെൻറ്ററിൽ ഒരു ബീഡോ സ്റ്റോണോ കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും. ഇതിന് റേറ്റ് വരുന്നത് 10 ഗ്രാമിന് 20 രൂപ റേറ്റ് വരും കേട്ടോ. അടുത്ത ബീഡ്സ് വരുന്നത് ഈ ബീഡ്സ് കാണിക്കാം. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഈ ഒരു അക്രിലിക് ലീഫിൻ്റെ ടൈപ്പിൽ നമുക്ക് ഒരുപാട് ഡിസൈൻസ്, അതായത് സെയിം ഷേപ്പിൽ പല ടൈപ്പിൽ പല കളേഴ്സിൽ അവൈലബിൾ ആണ്. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളത്, മൾട്ടി കളർ ആയിട്ടുള്ളത്, അതുപോലെ തന്നെ ഹോളോഗ്രാഫിക്കിൽ വരുന്നത്, സൈഡിൽ ഗോൾഡൻ ലൈന് വരുന്നത്, അതുപോലെ തന്നെ ജെല്ലി ടൈപ്പിൽ വരുന്നത്. ഇതിലിപ്പോൾ ഒരു ക്ലാസിക് ടൈപ്പും കൂടെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ക്ലാസിക് അക്രിലിക് ലീഫാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയാണ്. നിങ്ങൾ ജസ്റ്റ് സെൻറ്ററിൽ ഒരു ഫ്ലവർ വെച്ചിട്ട് ഈ ഒരു ലീഫ് ഉണ്ടല്ലോ, അത് 2 സൈഡിൽ ഒട്ടിച്ചു കൊടുത്താൽ തന്നെ നല്ല ഭംഗിയുണ്ടാവും. ജസ്റ്റ് ഒരു ഹെയർ ബാൻഡിൽ സെൻറ്ററിൽ ഒരു ഫ്ലവർ കൊടുത്തിട്ട്, എനിക്കിപ്പോൾ ഫ്ലവർ വെച്ച് കാണിക്കാൻ ഫ്ലവേഴ്സൊന്നും ഇവിടെ ഇല്ല. ഇത് കണ്ടോ, ഇതുപോലൊരു ഹെയർ ബാൻഡ് ചെയ്തെടുത്താൽ തന്നെ അത്യാവശ്യം നല്ല ഭംഗിയുണ്ടാവും. ഓക്കെ, ഇത് 10 ഗ്രാമിന് 20 രൂപ തന്നെ റേറ്റ് വരുന്നത് കേട്ടോ. അടുത്തത് വരുന്നത് ഞാനിപ്പോൾ കാണിച്ചതുപോലെ നമ്മുടെ അടുത്ത് ഒരു ഫ്രോസ്റ്റ് ടൈപ്പ് ഓഫ് ഫ്ലവർ ഉണ്ടായിരുന്നു. ആ ഒരു ഫ്രോസ്റ്റ് ഫ്ലവറിൻ്റെ തന്നെ ഹോളോഗ്രാഫിക് ടൈപ്പിൽ വന്നിട്ടുള്ള ഈ ഒരു ഫ്ലവർ ബീഡ്, ടിയാര, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെയർ ബാൻഡോ, ഇതൊക്കെ 10 ഗ്രാമിൽ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും. കാരണം ഇതൊക്കെ വെയിറ്റ് കുറവാണ്, ഇതിന് വെയിറ്റ് കുറവാണ്. ഇത് 10 ഗ്രാമിൽ ഇതെനിക്ക് തോന്നുന്നു ഇതന്നെ ഏകദേശം 5 ഗ്രാമോളം ഉണ്ടാവുള്ളൂ. അപ്പോൾ 10 ഗ്രാം എന്ന് പറയുമ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാവും. ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് ഉള്ളത് ക്ഷമിക്കുക, കുട്ടികളുണ്ട്, അപ്പോൾ അതിൻ്റെ ചെറിയൊരു സൗണ്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ 10 ഗ്രാമിന് 20 രൂപേനെ. ഓൾമോസ്റ്റ് എല്ലാ ബീഡ്സും 10 ഗ്രാമിന്, നമ്മുടെ സ്റ്റോറിൽ ഇപ്പോൾ ഉള്ള ബീഡ്സ് 10 ഗ്രാമിന് 15 to 20, 25 രൂപയുടെ ഇടയിലാണ് റേറ്റ് വരുന്നത്. പിന്നെ ഇതിൽ റേറ്റ് വ്യത്യാസം വരുന്ന ബീഡ്സ് ഉണ്ട്, അത് ഏതാണെന്നുള്ളത് കാണിക്കാം കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും. ദയവ് ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതിന് എത്ര റേറ്റ് എന്ന് ചോദിക്കരുത്. പിന്നെ ഒരു അംബ്രല്ല ഫ്ലവർ പോലെ വന്നിട്ടുണ്ട്. ഇത് എന്താ പറയുക, കാണാൻ നല്ല ഭംഗിയുണ്ട്. നിങ്ങൾക്ക് ഇതൊരു പേസ്റ്റൽ ഷെയ്ഡിൽ തന്നെ നിൽക്കണത്. പേസ്റ്റൽ ഷെയ്ഡിൽ വേറൊരു ടൈപ്പ് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട് കേട്ടോ. അതൊക്കെ 10 ഗ്രാമിന് 25 രൂപ. ഇത് 10 ഗ്രാമിന് 20 രൂപ റേറ്റ് വരുന്നുണ്ട്. ഇതൊക്കെ 10 ഗ്രാം എന്ന് പറയുമ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാവും. കാരണം വെയിറ്റ് കുറവായത് കാരണം നിങ്ങൾക്ക് ഒരു 10 ഗ്രാം എടുത്താൽ അതിന് അത്യാവശ്യം കുറേ അലിഗേറ്ററിലൊക്കെ ഒട്ടിച്ച് കൊടുക്കാനുള്ളതാണ്. കാരണം അലിഗേറ്ററിൽ എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം 3-4 ഫ്ലവേഴ്സ് മതിയാവും. ഇതും 10 ഗ്രാമിന് 20 രൂപ റേറ്റ് വരുന്നത് കേട്ടോ. പിന്നെ വരുന്നൊരു ടൈപ്പ് എന്ന് പറയുന്നത്, ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ തന്നെ
വേണമെന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടുണ്ടായിരുന്നൊരു ബീഡാണ് ഇത്. കാരണം നല്ല ഭംഗി തോന്നിയിട്ട് എടുത്തിട്ടില്ല കേട്ടോ. മോഡൽ ഇത് വെച്ചിട്ടുള്ള എന്തെങ്കിലുമൊക്കെ മേക്കിംഗ് വീഡിയോസ് പെട്ടെന്ന് ഷെയർ ചെയ്യാം. ടൈമില്ലാത്ത തന്നെയാണ് മേക്കിംഗ് വീഡിയോസ് ഒന്നും ഷെയർ ചെയ്യാത്ത. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്താ മേക്കിംഗ് വീഡിയോ ഇല്ലാത്തതെന്നുള്ളത് കേട്ടോ. ഇത് കണ്ടോ, നല്ലൊരു ക്ലാസിക് ടൈപ്പിൽ വന്നിട്ടുള്ള ബോബീഡ്. ഇതിൻ്റെ സെൻറ്ററിലാണ് ഹോള് വരുന്നത് കേട്ടോ. ഇതുപോലെ വരും വയർ ഹെയർ ബോയിലൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ. ഇതും നിങ്ങൾക്ക് ആലിഗേറ്റർ ക്ലിപ്പിൽ ഡയറക്റ്റായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കോപ്പറല്ല, ഗോൾഡൻ ഹെയർ ബോയ് ഉണ്ടല്ലോ, ഗോൾഡൻ അല്ലെങ്കിൽ സിൽവർ ഹെയർ ബോയിൽ നമുക്ക് ഫ്ലവർ ബീഡ് വെച്ച് ചെയ്യുന്നത് പോലെ മൾട്ടി കളറിൽ ഇതുപോലെ ചെയ്ത് വർക്ക് ചെയ്യാം കേട്ടോ. ഇതൊക്കെ ഒരു പീസിന് 1 രൂപയുടെ അടുത്ത് നിങ്ങൾക്ക് റേറ്റ് വരുന്നുള്ളൂ. അതായത് ഒരു 20 പീസിൻ്റെ പാക്കറ്റിന് 20 രൂപ തന്നെ റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ 20 പീസ് ഉണ്ടാവും ഒരു പാക്കറ്റിനകത്ത്. ഒരു പീസിന് 1 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. പിന്നെ അടുത്ത് വന്നിട്ടുള്ളത് ഞാൻ ഒരുപാട് സെർച്ച് ചെയ്ത് നടന്നിട്ട് ലാസ്റ്റ് കിട്ടിയിട്ടുള്ള ഒരു ടൈപ്പാണ്. ഇത് നമുക്ക് ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടൈപ്പ് ബോബീഡ് ഇതാണ്ടോ. ഇത് ഒരുപാട് പേര് ചോദിച്ചിരുന്നു കൊണ്ടുവരുമോ എന്നുള്ളതായിട്ടാണ്. കൊണ്ടുവന്നിട്ടുണ്ട്. അപ്രോക്സിമേറ്റ്ലി ഒരു 22 പീസുള്ള പാക്കറ്റിന് 20 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഈ ഒരു പെയിൻറ്റ് ഇങ്ങനെ സ്പ്ലാഷ് ചെയ്തുപോലെ ഇരിക്കുന്ന ഒരു ടൈപ്പ് മൾട്ടി കളറിൻ്റെ പാക്കറ്റ്സ് ആയിട്ട് തന്നെ വരും. ഇങ്ങനെ മൾട്ടി കളർ നമ്മൾ കാണിക്കുന്നത്, നിങ്ങൾ സിംഗിൾ കളർ ചോദിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല, സിംഗിൾ കളർ അവൈലബിൾ ആയിരിക്കില്ല. ഓക്കെ, അപ്പോൾ ഇതുപോലെ. പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ ഇത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ജെല്ലി ബീഡ്സ്. ഇത് നമ്മൾ ഒരു ലൈനായിട്ട് കൊടുക്കാറുണ്ട്. ലൈനായിട്ട് കൊടുക്കുമ്പോൾ 100 പീസിന് 60 രൂപേൻ്റെ റേറ്റ് വരും കേട്ടോ. അതിലും കുറവിന് കൊടുക്കാറുണ്ട്. 50 നമുക്കിനി വേണമെന്നുണ്ടെങ്കിൽ 50 പീസസ് ആയിട്ട് എടുക്കാം. 50 പീസിന് 35 രൂപ റേറ്റ് വരും കേട്ടോ. ഇതൊരു എന്താ പറയുക, ഇതിൽ തന്നെയുള്ള വർക്കാണ്. ഇത് പുറത്തേക്കുള്ള പെയിൻ്റൊന്നുമല്ല. അങ്ങനെ ചിരണ്ടി കഴിഞ്ഞാലൊന്നും ഈ ഒരു പെയിൻ്റൊന്നും പോവില്ല. ഓക്കെ, ഇങ്ങനെ വെച്ച് ഉരച്ച് കഴിഞ്ഞാലൊന്നും ഈ ഒരു പെയിൻറ്റ് പോവില്ല. അപ്പോൾ ഇത് നല്ല ക്വാളിറ്റി ഉള്ള ടൈപ്പ് തന്നെയാണ് കേട്ടോ. സോറി, ഇതിൻ്റെ റേറ്റ് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 100 പീസിന് 60 രൂപ. അതല്ല നിങ്ങൾ 50 പീസ് എടുക്കാന്നുണ്ടെങ്കിൽ 35 രൂപ റേറ്റ് വരും കേട്ടോ. പിന്നെ വരുന്നത് നമുക്ക് നമ്മൾ ഓൾറെഡി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നതാണ്. വീഡിയോ കുറച്ച് ലെങ്ത് ആവുന്നുണ്ട്, കുറയ്ക്കണം എന്ന് വിചാരിച്ചാണ്. ഈ റെഡ് ബീഡ് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതും സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ വരുന്നത്. പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഷെയ്ഡാണ് ഈ ഒരു ഷെയ്ഡ്, ഈ ഒരു പിങ്ക് യെല്ലോ ഈ ഒരു ടൈപ്പ് വരുന്നത്. ഇത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഗ്ലാസ് ബീഡ് ഗ്രാം റേറ്റിൽ കിട്ടുമെന്ന് ചോദിക്കാറുണ്ട്. ഗ്രാം നിങ്ങൾക്ക് എടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നഷ്ടമാണ്. കാരണം ഗ്രാം എടുത്തു കഴിഞ്ഞാൽ അത് അത്യാവശ്യം വെയിറ്റ് വരും, ഗ്ലാസ് ബീഡ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് ഗ്രാം എടുക്കാതെ നിങ്ങൾ മാക്സിമം ഇങ്ങനെ ലൈനായിട്ട് എടുക്കായിരിക്കും നല്ലത്. പിന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ളൊരു കളറാണ് ഇത് നമ്മുടെ ഓൾറെഡി ഉണ്ടായിരുന്നു. അത് സ്റ്റോക്ക് ഔട്ടായിരുന്നു, റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക. അത് സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് കേട്ടോ. പിന്നെ ഓൾമോസ്റ്റ് എല്ലാ ടൈമിലും മൂവിങ് ഉള്ള ഒരു ഐറ്റമാണ് ഈ ഒരു ബ്ലാക്കും, അതുപോലെ തന്നെ അതിൻ്റെ വൈറ്റും. ബ്ലാക്കും വൈറ്റും എപ്പോൾ സ്റ്റോക്ക് വെച്ചാലും കിട്ടാറില്ല. ഇത് ജെല്ലി ടൈപ്പിൽ വരുന്നതാണ്. അതിൻ്റെ തന്നെ ഒരു മാറ്റ് ഫിനിഷിൽ വന്നിട്ടുള്ളത്, മാറ്റ് ഫിനിഷ് വന്നിട്ടുള്ളത് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഇനിയിപ്പോൾ ചിലപ്പോൾ നമ്മൾ അടുത്ത സ്റ്റോക്ക് എടുക്കുമ്പോൾ ചിലപ്പോൾ റേറ്റിൽ വ്യത്യാസം വരും. അപ്പോൾ റേറ്റ് വ്യത്യാസം വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഈ പഴയ വീഡിയോ കണ്ടിട്ട് ഇതിൽ അതാണല്ലോ റേറ്റ് എന്ന് പറയരുത്. കാരണം ചില ഐറ്റംസ്, നോർമലി എല്ലാ ഐറ്റംസും ഓൾമോസ്റ്റ് ഒരേ റേറ്റ് ആയിരിക്കും. ചില സമയത്ത് വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ടാവാറുണ്ട്. എസ്പെഷ്യലി ഈ ഒരു ജെല്ലി ബീഡ്സ് അല്ലെങ്കിൽ ക്രാക്കിൾ ബീഡ്സൊക്കെ ചില ടൈമിൽ നല്ല ഡിമാൻഡിൽ, കാരണം ഓൾമോസ്റ്റ് എല്ലാം ചൈനയിൽ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്ന ഐറ്റംസ് ആയതുകൊണ്ട് ചൈനയിൽ നിന്നുള്ള ഒരു ഇമ്പോർട്ടിങ് കുറയുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും സ്ട്രൈക്ക് വരുന്ന സമയത്തൊക്കെ റേറ്റ് കൂടാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ എല്ലാം ഞാൻ പറഞ്ഞ റേറ്റ് തന്നെയാണ്. അപ്പോൾ ആവശ്യമുള്ളവർ താഴെ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, ദയവ് ഇതൊന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് ഇനിയും ഇതുപോലുള്ള വീഡിയോസൊക്കെ ഷെയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. മെറ്റീരിയൽ ആവശ്യമുള്ളവർ താഴെ കൊടുത്തുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക കേട്ടോ. താങ്ക്